ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു മേക്കപ്പ് വീഡിയോ ചെയ്താലോ? കുറേ നാളായി ചെയ്തിട്ട്. മെയിൻ റീസൺ ഞാൻ ചെയ്യാത്തത് എൻ്റെ ഫേസിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും കാണാം കുറച്ച് ആക്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ചെയ്യാണ്ടിരുന്നത്. ഓക്കെ, എന്നാലും നമുക്ക് സിമ്പിളായിട്ട് റൂം മേക്കപ്പ് ചെയ്യാം. ഇതിനെ ഒന്നും അധികം ഡിസ്റ്റർബ് ചെയ്യാണ്ട് ബേസ് ഒന്നും ഇടാണ്ട് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ആക്നി ഉള്ള ടൈമിൽ അല്ലെങ്കിൽ ഇതുപോലെ ആക്നി പ്രോൺ സ്കിന്നാണ്, സെൻസിറ്റീവ് സ്കിന്നാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങളൊന്നും ഫേസിൽ ചെയ്യാൻ നിൽക്കണ്ട. ഐ മേക്കപ്പ് അല്ലെങ്കിൽ നല്ലൊരു ബോൾഡ് ലിപ്സ്റ്റിക് ഒക്കെ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ബേസിന് മാക്സിമം വെറുതെ വിടാൻ നോക്കുക. അതൊന്ന് ഓക്കെ ആവുന്നത് വരെ മുന്നേയും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് പ്രോഡക്റ്റ്സ് എടുത്തിട്ടുള്ളൂ. ഇതൊരു ലിപ് ബാമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ബേസ് സിമ്പിളായിട്ടില്ല, ബേസ് മേക്കപ്പേ ഇല്ല. സ്കിൻ കെയർ വേണം. ഓക്കെ, മോയ്സ്ചറൈസർ വേണം, സൺസ്ക്രീൻ വേണം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു ലിപ് ബാം ഇത് ഡോട്ട്&കീയുടെ ലിപ് ബാമാണ് കേട്ടോ. എൻ്റെ ഒരു ഗോ ടു ലിപ് ബാം എന്ന് പറയാം. ഇപ്പോൾ റെഡ് റൊമാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. നല്ലൊരു റെഡ് ടിൻറ്റ് തരുന്ന നല്ലൊരു ലിപ് ബാമാണ് കേട്ടോ. ഈ മേക്കപ്പ് ചെയ്തിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. വോയിസ് ഓവർ ചെയ്യുന്നതാണ് മിക്കവാറും നല്ലത്. ഓക്കെ, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഒരുപാട് മേക്കപ്പ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫേസിൽ അധികം ചെയ്യാനായിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് പരീക്ഷണം നടത്താൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഐ മേക്കപ്പാണ്. അപ്പോൾ അതും ഇന്നത്തെ ഈ ഒരു ലുക്കിന് അധികം ഒന്നും ഇല്ല. ഓക്കെ, സിമ്പിളായിട്ട് തന്നെ വെക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ ഐബ്രോസ് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പുതിയൊരു പ്രോഡക്റ്റാണ്, മാസിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നല്ലൊരു പ്രോഡക്റ്റാണ്. കാരണം ഞാൻ ഐബ്രോസിന് അറിയാലോ, ഒരുപാട് ടൈപ്സ് ഓഫ് ഐബ്രോ പ്രോഡക്ട്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പൗഡർ ടൈപ്പ് ഉണ്ട്, ഇതുപോലെ പെൻസിലുണ്ട്. ഇത് മൈക്രോ പെൻസിലാണ് കേട്ടോ. ഇത് ഭയങ്കര രസമാണ്. നമുക്ക് വരച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സെറി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇതേപോലെ തന്നെയാണ് പാക്കേജിങ്ങും എല്ലാം. പക്ഷെ അതിപ്പോൾ അവൈലബിൾ അല്ല, ആമസോണിലൊന്നും ഇല്ല, കുറേ നാളായിട്ടില്ല. അപ്പോൾ അതുപോലൊരു സിമിലർ പ്രോഡക്റ്റ് കുറേ നോക്കിയിട്ട് കിട്ടിയതാണ്. നല്ല രസമുണ്ട്. ഓക്കെ, ഇതുപോലൊരു സ്പൂളിയൊക്കെ വരുന്നുണ്ട് സൈഡിൽ. ഇപ്പുറത്ത് നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. ഫസ്റ്റ് നമുക്ക് ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ത്രെഡ് ചെയ്തായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, മതി. ഇനി വരയ്ക്കുമ്പോൾ ഇത് ചെറുതാവും, ഇത് വലുതാവും. വേണ്ട, ഇങ്ങനെ നിർത്താം. എനിക്ക് വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് മതി. ഇനി അടുത്തൊരു അടിപൊളി പ്രോഡക്റ്റ്, അഫോർഡബിൾ ആയിട്ടൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ കോളേജിലുള്ള കുട്ടികളും ഒക്കെ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ തപ്പി നടക്കുന്ന ഒരു സമയമാണ്. മാസിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് നോക്കി വെച്ചോളൂ. 03 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഇങ്ങനെയാണ് ഷെയ്ഡ്സ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ ഷെയ്ഡ്സ് വരുന്നത്. ഇത് ഐ ഷാഡോ ആണ്. ഈ കാണുന്നതെല്ലാം ഐ ഷാഡോ ആണ്. ഇവിടെ നമുക്കൊരു ഹൈലൈറ്റ്, ബ്ലഷ്, ബ്രോൺസ് ഒക്കെ കിട്ടുന്നുണ്ട്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാനൊരു എന്താ പറയുക, ഒരു ബേസ്, ഒരു ഐ ഷാഡോ, ഒരു ഷെയ്ഡ് കൊടുക്കാം. കാരണം അങ്ങനെ ഒരു ഹെവി മേക്കപ്പ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് ഏതേലും ഇത് കൊടുക്കാം. ഓക്കെ, ഇത് കൊടുത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എനിക്കിപ്പോൾ ഓക്കെയാണ്. നമ്മളൊരു നോ മേക്കപ്പ് ലുക്കൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ക്ലീൻ ലുക്ക് കിട്ടാനായിട്ട് ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കുറച്ചുകൂടി ഒരു ഡെപ്ത്ത് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടി ഒരു നമുക്ക് ഐലിഡ്സിന് കുറച്ചുകൂടി ഒരു ഡെപ്ത്ത് തോന്നുന്നുണ്ട്. ഇത് ഷുഗർ പോപ്പിൻ്റെ കാജലാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് വാട്ടർ ലൈൻ മാത്രം ഒന്ന് വരച്ചു കൊടുക്കാം.
എൻ്റെ ഒരു ഫേവറേറ്റ് മസ്കാരയാണ്. മാസിൻ്റേതായതുകൊണ്ടല്ല, എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ ഈ ഒരു മസ്കാരയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഫിനിഷ് ചെയ്യാം. ഞാൻ മാമാ എർത്തിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഈ ഒരു ലുക്കിന് ഓക്കെ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഹെയറും ബാക്കി ആക്സസറീസും ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. യൂസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.